ഇന്ന് നമ്മൾ അയച്ചു പണിയാൻ പോകുന്നത് ഈ വാട്ടർ ഹീറ്ററാണ്. എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. വാട്ടർ ഹീറ്റർ ഞാൻ അയക്കാൻ വേണ്ടി പോവാണ്. ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അയക്കുമ്പം ഇതെവിടെയാണ് അയക്കൽ, എവിടെയാണ് ഇതിൻ്റെ സർക്യൂട്ട് വരുന്നത് എന്നുള്ളത് നമ്മളെ കയ്യിൽ ആദ്യം ഒരു ധാരണ വേണം കേട്ടോ. ഇത് അയക്കുമ്പം ആദ്യം ചെയ്യേണ്ടത് ഈ നോബ് ഊരിയെടുക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് പിടിച്ച് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇതാ കൈ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് മേലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്കത് അയച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാൻ ഈ നോബ് ഊരിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്, ഇതുകൂടെ അയച്ചെടുക്കാം. സ്ക്രൂ ഞാൻ അയച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ടോപ്പ് ഒന്ന് ജസ്റ്റ് എടുക്കുക. ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് വെറുതെ ഒന്ന് തിക്കി കൊടുക്കുക. അങ്ങനെ തിക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോക്ക് വരും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. ഇതൊക്കെ അയക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ലോക്കുകളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് പിന്നീട് ഇതുപോലെ ഇടാൻ വളരെ പ്രയാസമായിരിക്കും. ഇവിടെ ഇതിൻ്റെ ലോക്ക് വരുന്നുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ സംഭവം ഇതിൻ്റെ ടോപ്പ് നമ്മളെ കയ്യിൽ കിട്ടും. ഇപ്പോൾ ടോപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റിയിട്ട് നമുക്കിതിൻ്റെ സർക്യൂട്ടിലൊന്ന് ചെക്ക് ചെയ്യാം. ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പം ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് കറണ്ട് വരുന്ന ഈ വയറാണ്. ഇത് ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. മൾട്ടിമീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി കിട്ടുന്ന എന്ത് സംഭവം വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് ഒരു ടെസ്റ്റർ ഉണ്ടെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു കഷ്ണം വയറും ഉണ്ടെങ്കിൽ ഈ രണ്ട് ഇതിൽ നിന്നും ഇവിടേക്കാണ് സപ്ലൈ വരിക. ഫേസ് ഇവിടെ വരും, ന്യൂട്രൽ ഇവിടെ വരും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം ആദ്യം. ഇതിലേക്ക് കറണ്ട് വരും എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഈ മഞ്ഞ വയർ, മഞ്ഞയും പച്ചയുടെ കാണുന്ന ഈ വയർ ഇതിൻ്റെ അർത്ഥമാണ്. അപ്പോൾ നമുക്ക് ആദ്യം മൾട്ടിമീറ്റർ വെച്ചിട്ട് അതിൻ്റെ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. മൾട്ടിമീറ്ററിൻ്റെ ഒരു പ്രോബ് ഞാൻ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ന്യൂട്രലിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ബസർ കംപ്ലൈൻ്റ് ആട്ടോ. ഇനി ഇപ്പുറത്തേക്ക് ഫേസിലേക്ക് ഞാൻ മാറ്റിയിടുകയാണ്. ഒരാൾ തന്നെ വീഡിയോ എടുക്കുമ്പോഴും ചെക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണിത്. അപ്പോൾ ഇതിൻ്റെ കറണ്ട് വരുന്ന വയറും ഒക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളോട് നോക്കാം. പിന്നെ ഇതിൽ നോക്കേണ്ടത് ഇവിടെ വരുന്ന ഫേസ് ഇങ്ങോട്ട് സ്വിച്ചിങ് ചെയ്യുന്നുണ്ടോ നോക്കുക. അതുപോലെ ഇവിടെ വരുന്ന ന്യൂട്രൽ ഇങ്ങോട്ട് സ്വിച്ചിങ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അത് ജസ്റ്റ് മൾട്ടിമീറ്റർ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് നേരത്തെ ചെക്ക് ചെയ്ത പോലെ തന്നെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്താൽ കിട്ടും. ഇപ്പോൾ ഇതിൽ ഫേസ് ഇങ്ങോട്ട് സ്വിച്ചിങ് ചെയ്യുന്നില്ല. അതുപോലെ ന്യൂട്രൽ ഒന്ന് ചെക്ക് ചെയ്യുക. ന്യൂട്രൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. വീഡിയോ എടുക്കുന്നതും ചെക്ക് ചെയ്യുന്നതൊക്കെ ഒരാളാകുമ്പോൾ ഒരു പ്രശ്നമാട്ടത്. അപ്പം ന്യൂട്രും ഇതിൽ സ്വിച്ചിങ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഈ സംഭവം വർക്ക് ചെയ്യാത്തത്. ഈ സ്വിച്ചിൻ്റെ ദൗത്യം ഈ വാട്ടർ ഹീറ്ററിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ സാധാരണ മിക്സിയൊക്കെ റീസെറ്റ് ചെയ്യുന്ന പോലുള്ള അതേ ഒരു സംവിധാനം തന്നെയാണ്. ഇനി ഞാനിതൊന്ന് റീസെറ്റ് ചെയ്യുക എങ്ങനെയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് ഈ ബട്ടൺ ഇവിടെ നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് എത്രമാത്രം അത് ഫോക്കസ് ആകുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ ഇതൊരു റീസെറ്റ് ബട്ടണാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. ഞാനിപ്പോൾ അത് പ്രസ് ചെയ്തു, നിങ്ങളൊരു സൗണ്ട് കേട്ടു. ഇനി നമുക്കിതിൻ്റെ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. നേരത്തെ നമ്മൾ ചെക്ക് ചെയ്ത അതുപോലെ തന്നെ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട്. അതുപോലെ ന്യൂട്രലിൻ്റെ ലൈനൂടെ നമുക്കൊന്ന് നോക്കാം. അവിടെ നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ഹീറ്ററിൻ്റെ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. ഈ ഹീറ്റർ ഇപ്പോൾ വർക്ക് ചെയ്യും. ഇതിൻ്റെ കംപ്ലൈൻറ്റ് പരിഹരിച്ചു എന്ന് കരുതിയിട്ട് ഒരു കാരണവശാലും ഇത് നമ്മൾ പ്ലഗ് ചെയ്ത് ഓൺ ചെയ്യാൻ പാടില്ല. അതിൻ്റെ കാരണം വാട്ടർ ഹീറ്ററിനകത്ത് വരുന്നത് വെറ്റ് ഹീറ്ററാണ്. ഇതിനെ വെള്ളം ചൂടാക്കാൻ സഹായിക്കുന്ന ഹീറ്റർ ഇതിനകത്താണ് വരുന്നത്. അത് വെറ്റ് ഹീറ്ററാണ്. അതായത് വെള്ളം ഉള്ള പ്രതലത്തിൽ മാത്രം ഓൺ ചെയ്യാൻ പാടുള്ളൂ എന്നർത്ഥം. ഇത് നമ്മൾ വെള്ളമില്ലാത്ത കണ്ടീഷനിൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മിനിറ്റ് ഓൺ ചെയ്താൽ തന്നെ ഇതിനകത്തുള്ള ഹീറ്റർ കംപ്ലൈൻ്റ് ആയി പോകും. പിന്നെ ഒരു കാര്യം ഇവിടെ പറയാണ്, ഒരു കാരണവശാലും ഹീറ്ററിൻ്റെ സ്വിച്ച് നിങ്ങൾ ഓൺ ചെയ്തിട്ട് കുളിക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിൻ്റെ കാരണം എന്താണെന്നുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതൊരു ഡ്രൈ ഹീറ്ററാണ്. അതായത് മൈക്രോവേവ് ഓവനിൽ വരുന്ന ഒരു ഹീറ്ററാണിത്. ഇത് നമുക്ക് ഇതുപോലെ പുറത്ത് വെച്ചിട്ട് ഓൺ ചെയ്യാം. ഇതിന് വെള്ളമൊന്നും വേണ്ട, എവിടെ വെച്ചിട്ട് നമുക്കിത് ഓൺ ചെയ്യാം. ഇതിൽ നിങ്ങൾ നോക്കുക, ഇവിടെ ഇതിൻ്റെ ഒരു ഇൻസുലേറ്റഡ് സംഭവമാണിത്. സെറാമിക് പോലത്തെ ഒരു സംഭവമാണ്. ഇതിനെന്തെങ്കിലും കാരണവശാൽ ഒരു പൊട്ടോ കാര്യമോ വന്നു കഴിഞ്ഞാൽ അതുപോലത്തെ പാക്കിങ് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. മനസ്സിലായില്ലേ?
അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇതിനൊരു ലീക്കേജ് സംഭവിച്ചിട്ട് ഈ ഹീറ്റർ ഇപ്പോൾ നമ്മൾ ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് ജസ്റ്റ് തൊടാൻ വേണ്ടി പറ്റും. കാരണം കറണ്ട് ഉണ്ടാവില്ല, ചൂടുണ്ടാവുന്നു മാത്രം. അതിൻ്റെ കാരണം ഇത് ഇൻസുലേറ്റ് ചെയ്തത് ഒരു കെമിക്കലുകൾ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ അതിനൊരു മിസ്റ്റേക്ക് പറ്റിയിട്ട് ഇതിൽ കറണ്ട് വന്നു കഴിഞ്ഞാൽ, ഇതിനകത്തിരിക്കുന്ന വെറ്റ് ഹീറ്ററിൻ്റെ ബോഡിയിലേക്ക് കറണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഹീറ്ററിൻ്റെ വാട്ടർ ഹീറ്ററിൻ്റെ ഔട്ടിലൂടെ നമുക്ക് എന്ത് ചെയ്യും, കറണ്ട് ഉണ്ടാവും, ആൾ പെട്ടെന്ന് അടിച്ചു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള സർക്യൂട്ടുകളൊക്കെ നിങ്ങൾ നോക്കുക, അത്രയും ഹെവി സാധനങ്ങളാണ് ഇതിൽ വരുന്ന. ഒരു വളരെ ചെറിയ വയറ് പോലും അത്രയും ഹെവി ടമ്പർ നല്ല വയറുകളാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കാരണം അത്രയും ലോഡിലാണ് ഇതിൽ കറണ്ട് വരിക എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഈ സ്വിച്ചിനെ കുറിച്ചുകൂടെ ഒന്ന് പറയാം. ഈ സ്വിച്ച് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് പറഞ്ഞു തന്നാൽ, നമ്മൾ മിക്സിയിൽ ഓവർലോഡ് ആയിക്കഴിഞ്ഞാൽ കട്ട് ഓഫ് ആകുന്ന അതേ പർപ്പസ്. ഇങ്ങനെ ഇതേ കമ്പനിയുടെ ഹീറ്റർ നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ ചൂടാവാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ അയച്ചതുപോലെ ഈ നോബ് ആദ്യം എടുക്കുക, ഇവിടുത്തെ സ്ക്രൂ എടുക്കുക, എന്നിട്ട് ഈ കവർ എടുക്കുക. അതെടുത്തതിന് ശേഷം ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. പ്രസ് ചെയ്യുമ്പോൾ ടിക്ക് എന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് റീസെറ്റ് വന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് പഴയതുപോലെ കവർ ഇട്ടിട്ട് നിങ്ങൾ ഹീറ്റർ ഉപയോഗിച്ചോ, സിമ്പിളായിട്ട് അത് വർക്ക് ചെയ്യും. പിന്നെ ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് വരുന്നത് ഇതാണ് കേട്ടോ. നിങ്ങൾക്കൊരു സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, ചെറിയൊരു സൗണ്ട് കേൾക്കുന്നില്ലേ? അപ്പം അതാണ് ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് വരുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യം ഈ ഹീറ്ററിനെ മാത്രം സംബന്ധിച്ച കാര്യമാണ്. അത് വേറെ കമ്പനിയിൽ പല രീതിയിലായിരിക്കും. പിന്നെ ഇതിനകത്ത് വരുന്ന ടൈപ്പിൽ ഇങ്ങനെ തിരിച്ചു വെക്കുന്ന നോബുകൾ, തെർമോസ്റ്റാറ്റുകൾ, അങ്ങനെ പല സംഭവങ്ങളും വരുന്നതുണ്ട്. ഇതിൻ്റെ മോഡൽ ഇങ്ങനെയാണ്. ഇത് ക്ലിയർ ചെയ്യേണ്ടതും ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലാവാത്ത ആളുകൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. ഇത് ആരോന്ന് ആദ്യം റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതിവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ലൂസായിരിക്കുന്നുണ്ട്. അത് നമ്മളെ ഉത്തരവാദിത്തപ്പെട്ടതല്ല. അതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ വെച്ചിട്ട് ഇതിൻ്റെ കവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ലോക്കായി കിടക്കാം കേട്ടോ. ഇത് ടൈറ്റും ആകുന്നില്ല, ലൂസും ആകുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത്. കമ്പനി തന്നെ ചെയ്തതിൽ അങ്ങനെ സംഭവിച്ചതാണോ, ഇനി പിന്നീട് ആരോ ഒന്ന് റിപ്പയർ ചെയ്ത് പഠിച്ചതാണോ എന്നറിയില്ല. എന്തായാലും ഈ ഹീറ്റർ പോക്കായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണാം.